ദൈവം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സ് അശാന്തമായതുകൊണ്ട് ആ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. റേഡിയോ സ്റ്റേഷൻ പോലെ നമ്മുടെ മനസ്സിനെ ശരിയായ തരംഗത്തിൽ ക്രമീകരിക്കണം. വീഡിയോയിൽ പരമഹംസ യോഗാനന്ദൻ നൽകുന്ന ഈ വിശദീകരണം ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയാണ്. റേഡിയോ തരംഗത്തിന്റെ ഉദാഹരണം. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ എപ്പോഴും റേഡിയോ തരംഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു റേഡിയോ സെറ്റ് ഓൺ ചെയ്ത് കൃത്യമായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആ പാട്ടോ വാർത്തയോ കേൾക്കാൻ കഴിയൂ. ദൈവം എപ്പോഴും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. അവിടുത്തെ സ്നേഹവും വഴികാട്ടലും എപ്പോഴും ലഭ്യമാണ്. നമ്മുടെ മനസ്സ് അശാന്തമായിരിക്കുമ്പോഴോ അനാവശ്യ ചിന്തകളാകുന്ന നോയിസ് ഉള്ളിലോ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ദിവ്യശബ്ദം കേൾക്കാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ ഭയം, ഉത്കണ്ഠ, ദേഷ്യം, അമിതമായ ആഗ്രഹങ്ങൾ എന്നിവ നിറയുമ്പോൾ മനസ്സ് ഒരു പ്രക്ഷുബ്ധമായ കടൽ പോലെയാകുന്നു. തിരമാലകൾ അടങ്ങാത്ത കടലിൽ ചന്ദ്രന്റെ പ്രതിബിംബം വ്യക്തമായി കാണാൻ കഴിയില്ല. അതുപോലെ ചിന്തകളാൽ കലുഷിതമായ മനസ്സിൽ ദൈവത്തിന്റെ മറുപടികൾ പതിക്കില്ല. നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാനുള്ള ഒരു സ്വീകരണിയായി മാറാൻ നമ്മുടെ മനസ്സിന് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നാം നമ്മുടെ ബോധത്തെ ഉയർത്തണം എന്നാണ് ഇതിനർത്ഥം. അതിനായി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. മനസ്സിനെ ശാന്തമാക്കുക. ധ്യാനത്തിലൂടെയും ശ്വാസനിയന്ത്രണത്തിലൂടെയും ചിന്തകളുടെ വേഗത കുറയ്ക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ വാക്കുകൾ ഉരുവിടാതെ പൂർണ്ണ ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ദൈവത്തിലേക്ക് തിരിയുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുടൻ എഴുന്നേറ്റു പോകാതെ അല്പനേരം നിശബ്ദമായിരിക്കുക. ആ നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം മറുപടി നൽകാത്തതല്ല, മറിച്ച് മറുപടി നൽകുന്ന ആ തരംഗദൈർഘ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നാം എത്തിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. മനസ്സ് ശാന്തമാകുമ്പോൾ പ്രാർത്ഥന ഒരു വശത്തുനിന്നുള്ള സംസാരമല്ലാതാവുകയും അതൊരു സംഭാഷണമായി മാറുകയും ചെയ്യുന്നു. ഈ പറയുന്നതുപോലെ അവിടുത്തെ ശബ്ദം വാക്കുകളായല്ല, മറിച്ച് ഒരു ആന്തരിക സമാധാനമായോ പെട്ടെന്നുണ്ടാകുന്ന ശരിയായ ചിന്തയായോ ആണ് നമുക്ക് അനുഭവപ്പെടുക. ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാൾ പ്രധാനം ദൈവം പറയുന്നത് കേൾക്കുന്നതാണ്. പ്രാർത്ഥന എന്നത് ഒരു വശത്തുനിന്നുള്ള സംഭാഷണമല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കലാണ്. നമ്മൾ സാധാരണയായി ചെയ്യുന്ന പ്രാർത്ഥനകളിൽ മിക്കതും നമ്മുടെ ആവശ്യങ്ങളുടെയും പരാതികളുടെയും ഒരു പട്ടിക ദൈവത്തിനു മുന്നിൽ നിരത്തലാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയും മറ്റേയാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ അതൊരു നല്ല സംഭാഷണമാകില്ല. പ്രാർത്ഥനയുടെ കാര്യത്തിലും ഇത് സത്യമാണ്. നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയാണെങ്കിൽ ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നത് ധ്യാനമാണ്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വന്തം ആവശ്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും. എന്നാൽ കേൾക്കാൻ തയ്യാറാകുമ്പോൾ മനസ്സ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് തുറക്കപ്പെടുന്നു. ദൈവത്തിന്റെ ഭാഷ നിശബ്ദതയാണ്. ദൈവം സാധാരണ മനുഷ്യരെപ്പോലെ വാക്കുകളിലൂടെയല്ല സംസാരിക്കുന്നത്. നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിൽ ഒരു സമാധാനം അനുഭവപ്പെടും. ആ സമാധാനമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഈ അവസ്ഥയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു തിരിച്ചറിവായോ വ്യക്തമായ ഒരു തോന്നലായോ നമുക്ക് ലഭിക്കുന്നു. സാന്നിധ്യം അനുഭവിക്കലാണ് പ്രധാനം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കുന്നതിനേക്കാൾ വലിയ കാര്യം ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നതാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി തന്റെ അച്ഛന്റെ അടുത്ത് ചെന്ന് കളിപ്പാട്ടത്തിനു വേണ്ടി ബഹളം വെക്കുന്നതും അച്ഛന്റെ മടിയിലൊന്നും മിണ്ടാതെ സമാധാനത്തോടെ ഇരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ആലോചിക്കുക. രണ്ടാമത്തെ അവസ്ഥയിൽ കുട്ടിക്ക് ലഭിക്കുന്നത് അച്ഛന്റെ പൂർണ്ണമായ സ്നേഹവും സുരക്ഷിതത്വവുമാണ്. ഇതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകൾ മാറുകയും വലിയൊരു ആത്മവിശ്വാസം കൈവരുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ ആവശ്യങ്ങൾ പറയുന്നത് നിർത്തി മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക. റേഡിയോ ട്യൂൺ ചെയ്ത് കഴിഞ്ഞു സിഗ്നലിനായി കാത്തിരിക്കുന്നതുപോലെ ദൈവത്തിന്റെ സ്പർശനത്തിനായി ഉള്ളിൽ കാത്തിരിക്കുക. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സമാധാനത്തിനോ സന്തോഷത്തിനോ വേണ്ടി കാതോർക്കുക. പ്രാർത്ഥന എന്നത് ദൈവത്തോട് സംസാരിക്കലാണ്.
എന്നാൽ ധ്യാനത്തിലൂടെ ദൈവം പറയുന്നത് കേൾക്കലാണ് അതിനേക്കാൾ പ്രധാനം. ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആ ശാന്തമായ സാന്നിധ്യം അനുഭവിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇത്തരം ശാന്തമായ നിമിഷങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ? അതോ ആവശ്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാലുടൻ അവസാനിപ്പിക്കാറാണോ പതിവ്? ശരിയായ ധ്യാനം വഴി ശ്വാസത്തെ നിയന്ത്രിച്ച് മനസ്സിനെ നിശ്ചലമാക്കുമ്പോൾ ദൈവസാന്നിധ്യം ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ പരമഹംസ യോഗാനന്ദൻ നൽകുന്ന ഏറ്റവും ശാസ്ത്രീയവും എന്നാൽ ആത്മീയവുമായ വിശദീകരണമാണിത്. മനസ്സിനെ നിശ്ചലമാക്കി ദൈവത്തെ ഉള്ളിൽ ദർശിക്കുന്ന പ്രക്രിയയെ അദ്ദേഹം ലളിതമായി ഇങ്ങനെ വിശദീകരിക്കുന്നു. ശ്വാസവും മനസ്സും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ശ്വാസവും ചിന്തകളും തമ്മിൽ നേരിട്ട് ഒരു ബന്ധമുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴോ പേടിക്കുമ്പോഴോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശ്വാസം വേഗത്തിലാകും. എന്നാൽ നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം വളരെ മെല്ലെയാണ് നടക്കുന്നത്. ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. ശ്വാസം നിശ്ചലമാകുമ്പോൾ മനസ്സ് തനിയെ നിശ്ചലമാകും. യോഗാനന്ദൻ പ്രധാനമായും പഠിപ്പിക്കുന്നത് ക്രിയായോഗയെക്കുറിച്ചാണ്. ഇത് വെറുതെ കണ്ണടച്ചിരിക്കുന്ന രീതിയിലുള്ള ധ്യാനമല്ല. ഇത് ശരീരത്തിലെ ഊർജത്തെ നിയന്ത്രിക്കുന്നൊരു കലയാണ്. ശ്വാസകോശത്തിലേക്കും ഹൃദയത്തിലേക്കും പോകുന്ന ഊർജത്തെ ആന്തരികമായി തിരിച്ചുവിടുമ്പോൾ ബാഹ്യലോകവുമായുള്ള നമ്മുടെ ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെടുന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ഉള്ളിലേക്ക് തിരിയുന്നു. ഒരു തടാകത്തിലെ വെള്ളം ഇളകിക്കൊണ്ടിരുന്നാൽ നമുക്കതിന്റെ അടിത്തട്ട് കാണാൻ കഴിയില്ല. എന്നാൽ വെള്ളം നിശ്ചലമായാൽ അടിയിലുള്ള ഓരോ കല്ലും മണൽത്തരിയും വ്യക്തമാകും. നമ്മുടെ മനസ്സാകുന്ന തടാകം ചിന്തകളാൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിലൂടെ മനസ്സ് നിശ്ചലമാകുമ്പോൾ ആ ആത്മീയ തടാകത്തിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന ദൈവസാന്നിധ്യ നമുക്ക് നേരിട്ട് അനുഭവപ്പെടും. ആജ്ഞാചക്രം അഥവാ മൂന്നാം കണ്ണ്. ധ്യാനത്തിൽ ഊർജം മുകളിലേക്ക് ഉയരുമ്പോൾ അത് പുരികങ്ങൾക്കിടയിലുള്ള ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിക്കും. ഈ അവസ്ഥയിൽ സാധകർക്ക് പലപ്പോഴും ഒരു ദിവ്യപ്രകാശമോ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു നിശബ്ദതയോ അനുഭവപ്പെടാം. ഇത് കേവലം ഒരു സങ്കല്പമല്ല, മറിച്ച് മനസ്സ് പൂർണ്ണമായി ഏകാഗ്രമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ്. നിശ്ചലതയിലെ സംവാദം. മനസ്സ് നിശ്ചലമാകുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കേണ്ടി വരുന്നില്ല. പകരം നിങ്ങൾ ദൈവത്തിലാണെന്നും ദൈവം നിങ്ങളിലാണെന്നുമുള്ള സത്യം അവിടെ വെളിപ്പെടുന്നു. വാക്കുകൾക്ക് അതീതമായ ഒരു ബന്ധമാണത്. ശ്വാസത്തെ ശാന്തമാക്കി മനസ്സിനെ നിശ്ചലമാക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു റേഡിയോ സ്റ്റുഡിയോ ഒരുക്കുന്നതുപോലെയാണ്. പുറമേയുള്ള ബഹളങ്ങൾ അടങ്ങുമ്പോൾ മാത്രമേ ഉള്ളിലെ ആ ദിവ്യസംഗീതം നമുക്ക് കേൾക്കാൻ കഴിയൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ധ്യാനിക്കുമ്പോൾ ശ്വാസം സാവധാനമാകുന്നതും ഉള്ളിൽ ഒരു സമാധാനം നിറയുന്നതും അനുഭവിച്ചിട്ടുണ്ടോ? ഓരോ നിമിഷവും ദൈവത്തെ കൂടെ നിർത്തുക. ദൈവം അമ്പലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഓരോ ശ്വാസത്തിലും പ്രവൃത്തിയിലുമുണ്ട്. നമ്മുടെ ജോലി ഭക്തിയോടെ ചെയ്യുന്നത് തന്നെ ഒരു ആത്മീയ സാധനയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയൊരു പ്രാർത്ഥനയാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാടാണ് പരമഹംസ യോഗാനന്ദൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ദൈവം ഒരു സ്ഥലത്ത് മാത്രമായി ഒതുങ്ങുന്നില്ല. ദൈവം അമ്പലങ്ങളിലോ പള്ളികളിലോ വിഗ്രഹങ്ങളിലോ മാത്രമായി ഇരിക്കുന്ന ഒരാളാണെന്ന ചിന്തയാണ് നമ്മെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ദൈവം നമ്മുടെ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും സാന്നിധ്യമായി ഇരിക്കുന്നുണ്ട്. പുറത്തെ കെട്ടിടങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ പ്രധാനം അവൻ നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷവും കൂടെയുണ്ടെന്ന ബോധം വളർത്തുകയാണ്. ജോലി ഒരു ആത്മീയ സാധനയാകുന്നു. നമ്മുടെ ജോലി ഭൗതികവും പ്രാർത്ഥന ആത്മീയവുമാണെന്ന വേർതിരിവ് മാറ്റണം എന്നാണ് യോഗാനന്ദൻ പറയുന്നത്. നിങ്ങൾ ഒരു അധ്യാപകനോ കർഷകനോ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളോ ആകട്ടെ, നിങ്ങളുടെ കടമകൾ പൂർണ്ണമായ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ചെയ്യുമ്പോൾ അതൊരു ആത്മീയ സാധനയായി മാറുന്നു. ദൈവം എനിക്ക് നൽകിയ കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, അത് ദൈവത്തിനുള്ള സമർപ്പണമാണ് എന്ന മനോഭാവത്തോടെ ജോലി ചെയ്യുമ്പോൾ ആ സാധാരണ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു സമാധാനം ലഭിക്കും. സ്നേഹത്തോടെയുള്ള പ്രവൃത്തി. ഈശ്വരൻ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലൂടെയും പ്രകടമാകുന്നുണ്ട്. നിങ്ങൾ ഒരാളോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ, ഒരാളെ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ നിറവേറ്റുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവാംശം ഉണരുന്നു.
കർത്തവ്യങ്ങൾ മടുപ്പോടെയല്ല, മറിച്ച് ഈശ്വരനിലേക്കുള്ള വഴിയായി കണ്ട് ചെയ്യുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ദൈവത്തെ കൂടെ നിർത്തുക എന്നാൽ എന്ത്? ഇതിനർത്ഥം ജോലി മാറ്റിവെച്ച് എപ്പോഴും മന്ത്രം ചൊല്ലുക എന്നല്ല. മറിച്ച് ഏത് ജോലി ചെയ്യുമ്പോഴും മനസ്സിന്റെ ഒരു കോണിൽ അവിടുന്ന് കൂടെയുണ്ട് എന്ന ഓർമ്മ നിലനിർത്തുക. സ്വാർത്ഥലാഭത്തിനപ്പുറം മറ്റുള്ളവർക്കും നല്ലത് വരണമെന്ന ഉദ്ദേശ്യത്തോടെ പ്രവർത്തിക്കുക. ദൈവവുമായി സംസാരിക്കാൻ നാം കാടുകളിലേക്കോ മലമുകളിലേക്കോ പോകേണ്ടതില്ല. നമ്മൾ നിൽക്കുന്നയിടത്ത്, ചെയ്യുന്ന ജോലിയിൽ, ചുറ്റുമുള്ള മനുഷ്യരിലൊക്കെയും ദൈവത്തെ കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും നമുക്ക് ദൈവത്തോടൊപ്പം ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ദൈനംദിന തിരക്കുകൾക്കിടയിൽ ദൈവം കൂടെയുണ്ട് എന്ന ആ ബോധം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തുണയായിട്ടുണ്ടോ? ദൈവം അന്തർബോധത്തിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ ജീവിതത്തിലെ ചില സംഭവങ്ങളിലൂടെയോ നമുക്ക് മറുപടി നൽകുന്നു. നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ മറുപടി കാതുകൾ കൊണ്ട് കേൾക്കുന്ന വാക്കുകളായിട്ടല്ല വരുന്നത്, മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന സൂക്ഷ്മമായ സൂചനകളെ തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്നുയരുന്ന ഒരു വ്യക്തമായ തിരിച്ചറിവാണിത്. ഇതൊരു സാധാരണ ചിന്തയല്ല. യുക്തി കൊണ്ടോ പേടികൊണ്ടോ ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കും. എന്നാൽ അന്തർബോധം ഒരു മിന്നൽ പോലെ വരികയും നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള സമാധാനം നൽകുകയും ചെയ്യും. ഇതാണ് ശരിയായ വഴി എന്ന് മനസ്സിന് വലിയ ഉറപ്പ് തോന്നുന്ന നിമിഷം. മനസ്സ് ശാന്തമായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ആത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുക. ചിലപ്പോൾ നമ്മുടെ ബോധമനസ്സ് ബഹളമയമായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ആ സമയത്ത് ദൈവം സ്വപ്നങ്ങളെ ഒരു മാധ്യമമായി ഉപയോഗിക്കാറുണ്ട്. എല്ലാ സ്വപ്നങ്ങളും സന്ദേശങ്ങളല്ല, എന്നാൽ ചില സ്വപ്നങ്ങൾ അസാധാരണമാംവിധം വ്യക്തവും ഉണർന്നു കഴിഞ്ഞാലും നമ്മളെ സ്വാധീനിക്കുന്നവയുമായിരിക്കും. ആത്മീയ പാതയിലുള്ളവർക്ക് പലപ്പോഴും ഇത്തരം സ്വപ്നങ്ങളിലൂടെ വലിയ വഴികാട്ടലുകൾ ലഭിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ യാദൃച്ഛികമല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തിൽ വലിയ വിഷമത്തിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു സുഹൃത്ത് നിങ്ങളെ വിളിച്ച് ഒരു കാര്യം പറയുന്നു. അത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആകസ്മികമായി വായിക്കുന്ന ഒരു പുസ്തകത്തിലെ വരിയോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വീഡിയോയോ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി വരുന്നു. ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധയോടെ നോക്കുക. നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റൊരാളുടെ വാക്കിലൂടെയോ ഒരു സാഹചര്യത്തിലൂടെയോ ദൈവം നമ്മുടെ മുന്നിൽ എത്തിക്കാറുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും ശ്രദ്ധിക്കുക. സ്വാർത്ഥതയില്ലാത്ത മനസ്സിനെ ഈ സൂചനകൾ വേഗം പിടിച്ചെടുക്കാൻ കഴിയൂ. ഒരു മറുപടി കിട്ടുമ്പോൾ നന്ദി പറയുന്നത് ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. നിങ്ങളൊരു പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ഉള്ളിൽ തോന്നുന്ന ആ ചെറിയ സമാധാനവും ഒരു സുഹൃത്ത് നൽകുന്ന ആശ്വാസവും ദൈവത്തിന്റെ മറുപടികൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ യാദൃച്ഛികമായി ഒരു മറുപടി ലഭിച്ച അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആപത്ത് വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കാതെ ദിവസവും ധ്യാനത്തിലൂടെയും ആ ബന്ധം കാത്തുസൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറ്റ സുഹൃത്തുമായുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ദൈവവുമായുള്ള ബന്ധവും. ആ ബന്ധം ദൃഢമായി നിലനിൽക്കാൻ അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണം. ആപത്ത് വരുമ്പോൾ മാത്രം വിളിക്കുന്ന രീതി മിക്ക ആളുകളും ദൈവത്തെ ഒരു ഫയർ എഞ്ചിൻ പോലെയാണ് കാണുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമോ കഷ്ടപ്പാടോ വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കും. അത് മാറിക്കഴിഞ്ഞാൽ പഴയതുപോലെ ദൈവത്തെ മറന്നു ജീവിക്കും. ഇങ്ങനെയുള്ള ബന്ധം ആഴമില്ലാത്തതാണ്. ഒരു സുഹൃത്തിന് ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങൾ അയാളെ വിളിച്ചാൽ ആ സൗഹൃദം എത്ര കാലം നിലനിൽക്കും? അതുപോലെയാണ് ദൈവവുമായുള്ള ബന്ധവും. ദൈവവുമായുള്ള ബന്ധം മുറിയാതെ സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി ദിവസവും അല്പനേരം ധ്യാനത്തിനായി മാറ്റിവെക്കുക എന്നതാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ആത്മീയമായ ചാനലിനെ എപ്പോഴും തെളിവുള്ളതാക്കി വയ്ക്കുന്നു. ദിവസവും സംസാരിക്കുമ്പോഴാണ് പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നത്. ധ്യാനം മുടങ്ങുമ്പോൾ മനസ്സ് വീണ്ടും ലൗകികമായ ബഹളങ്ങളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചിന്തകളെയും ബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ ഇടപെടുന്ന ആളുകൾക്ക് വലിയ പങ്കുണ്ട്. ആത്മീയ ചിന്തകളുള്ളവർ, പോസിറ്റീവായി ചിന്തിക്കുന്നവർ, ഉയർന്ന ലക്ഷ്യങ്ങളുള്ളവർ എന്നിവരുമായുള്ള സഹവാസം
നിങ്ങൾ ഭൗതിക സുഖങ്ങളിൽ മാത്രം മുഴുകിയവരോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സും ദൈവത്തിൽ നിന്ന് അകന്നുപോകും. എന്നാൽ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭക്തിയും വിശ്വാസവും എപ്പോഴും ജ്വലിച്ചു നിൽക്കും. ബോധപൂർവമായ ശീലങ്ങൾ. ദൈവവുമായുള്ള ബന്ധം മുറിയാതിരിക്കാൻ വീഡിയോയിൽ 3 ലളിതമായ നിയമങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ധ്യാനം മുടക്കാതിരിക്കുക. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ അതോ അകറ്റുന്നുണ്ടോ എന്ന് ദിവസവും പരിശോധിക്കുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ചെയ്യുക. ദൈവവുമായുള്ള ബന്ധമെന്നത് ഒരു പൂന്തോട്ടം പരിപാലിക്കുന്നത് പോലെയാണ്. ദിവസവും വെള്ളമൊഴിക്കുകയും കളകൾ നീക്കം ചെയ്യുകയും വേലികെട്ടി സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ആ ആത്മീയ ബന്ധം പൂത്തുലയുകയുള്ളൂ. ഒരു ആത്മീയ കൂട്ടായ്മ നിങ്ങളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവം പ്രത്യേക വ്യക്തികളോട് മാത്രമല്ല, സത്യസന്ധമായ ഭക്തിയും ഹൃദയശുദ്ധിയുമുള്ള ആർക്കും ദൈവവുമായി സംസാരിക്കാം. ദൈവം ചില പ്രത്യേക ആളുകളോട് മാത്രമേ സംസാരിക്കൂ എന്ന സാമാന്യ ധാരണയെ തിരുത്തിക്കുറിക്കുന്ന ഭാഗമാണിത്. വിവേചനമില്ലാത്ത സ്നേഹം. ദൈവം സൂര്യപ്രകാശം പോലെയാണ്. സൂര്യൻ നല്ലവനെന്നോ ചീത്തയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വെളിച്ചം നൽകുന്നു. അതുപോലെ ദൈവം എല്ലാവരോടും സംസാരിക്കാൻ തയ്യാറാണ്. നാം ഒരു സാധാരണക്കാരനാണോ അതോ വലിയൊരു യോഗിയാണോ എന്നതല്ല ദൈവത്തിന് പ്രധാനം, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. ദൈവം നോക്കുന്നത് നമ്മൾ എത്ര വലിയ പ്രാർത്ഥനകൾ ചൊല്ലുന്നു എന്നല്ല, മറിച്ച് എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് വിളിക്കുന്നത് എന്നാണ്. ഒരു കുട്ടി തന്റെ അമ്മയെ വിളിക്കുമ്പോൾ അതിൽ യാതൊരു കപടതയും ഉണ്ടാകില്ല. ആ ഒരു നിഷ്കളങ്കതയോടെയും സത്യസന്ധതയോടെയും ദൈവത്തെ സമീപിക്കുന്ന ആർക്കും അവിടുത്തെ സാന്നിധ്യം അനുഭവപ്പെടും. പാണ്ഡിത്യത്തേക്കാൾ പ്രധാനം ഹൃദയത്തിലെ സ്നേഹമാണെന്ന് യോഗാനന്ദൻ വ്യക്തമാക്കുന്നു. നമ്മുടെ മനസ്സ് അസൂയ, ദേഷ്യം, അഹങ്കാരം എന്നിവയിൽ നിന്ന് മുക്തമാകുമ്പോഴാണ് ദൈവം അവിടെ വസിക്കുന്നത്. ഒരു കണ്ണാടിയിൽ പൊടി പറ്റിയിരുന്നാൽ അതിൽ നമ്മുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയില്ല. അതുപോലെ മനസ്സാകുന്ന കണ്ണാടി ശുദ്ധമാകുമ്പോൾ ദൈവത്തിന്റെ പ്രതിബിംബം അവിടെ തെളിയുന്നു. ഈ വിശുദ്ധി കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ദൈവവുമായി ബന്ധപ്പെടാൻ സാധിക്കും. മതം അല്ലെങ്കിൽ ജാതി ഒരു തടസ്സമല്ല. ദൈവത്തിന് ഭാഷയോ മതമോ ജാതിയോ ഇല്ല. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും ആ വിളിയുടെ പിന്നിലെ ആത്മാർത്ഥത ദൈവം തിരിച്ചറിയുന്നു. ഒരു ഗുഹയിലിരുന്ന് ധ്യാനിക്കുന്ന യോഗിയോടും ജോലിത്തിരക്കിനിടയിൽ ദൈവത്തെ സ്മരിക്കുന്നൊരു സാധാരണക്കാരനോടും ദൈവം ഒരേപോലെ സംസാരിക്കുന്നു. ദൈവത്തോട് സംസാരിക്കാൻ ഒരേയൊരു നിബന്ധനയേയുള്ളൂ: പൂർണ്ണമായ വിശ്വാസം. ദൈവം എന്റെ ഉള്ളിലുണ്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നാം നടത്തുന്ന ഓരോ സംഭാഷണത്തിനും അവിടുന്ന് മറുപടി നൽകും. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേരുടെ മാത്രം സ്വത്തല്ല. സത്യസന്ധമായി സ്നേഹിക്കാനും ശുദ്ധമായ മനസ്സോടെ വിളിക്കാനും തയ്യാറുള്ള ഏതൊരാൾക്കും ദൈവവുമായി സംസാരിക്കാനും അവിടുത്തെ വഴികാട്ടലുകൾ സ്വീകരിക്കാനും കഴിയും. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. സ്വന്തം അഹങ്കാരം വെടിഞ്ഞ് ദൈവഹിതത്തിനനുസരിച്ച് നീങ്ങുന്നവർക്ക് ദൈവത്തെ അനുഭവിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യുന്നത് എന്ന ചിന്തയാണ് അഹങ്കാരം. ഞാൻ എന്ന ഈ ഭാവം നിലനിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ഇടം ലഭിക്കില്ല. ഒരു പാത്രം നിറയെ വെള്ളമുണ്ടെങ്കിൽ അതിൽ പുതിയതായി ഒന്നും ഒഴിക്കാൻ കഴിയില്ല. അതുപോലെ അഹങ്കാരം നിറഞ്ഞ മനസ്സിൽ ദൈവസാന്നിധ്യം നിറയുകയുമില്ല. അഹങ്കാരം ഒഴിയുമ്പോഴാണ് ദൈവം അവിടേക്ക് വരുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ദൈവത്തെ നിർബന്ധിക്കുന്നതല്ല സമർപ്പണം, മറിച്ച് എനിക്കെന്താണ് നല്ലതെന്ന് ദൈവത്തിനറിയാം, അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഇത് ദൈവത്തിന്റെ നിശ്ചയമാണെന്ന് കരുതി സ്വീകരിക്കാനുള്ള മനസ്സാണിത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശവും ഇതുതന്നെയാണ്. നിന്റെ കടമകൾ ചെയ്യുക, അതിന്റെ ഫലം എനിക്ക് വിട്ടുതരിക. നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും അതിന്റെ ഫലം എന്തുതന്നെയായാലും അത് ദൈവത്തിന്റെ പ്രസാദമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മുക്തമാകുന്നു. രാമകൃഷ്ണ പരമഹംസർ പറയുമായിരുന്നു, ഒരു കൊച്ചുകുട്ടി അമ്മയുടെ കൈകളിലിരിക്കുമ്പോൾ അതിന് ഒന്നിനെക്കുറിച്ചും പേടിയില്ല. അമ്മ തന്നെ സംരക്ഷിക്കുമെന്ന് ആ കുട്ടിക്ക് ഉറപ്പുണ്ട്. ഈയൊരു നിഷ്കളങ്കമായ വിശ്വാസത്തോടെ
നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് യഥാർത്ഥ സമർപ്പണം. ഇത്തരത്തിൽ സമർപ്പിച്ച ഒരാൾക്ക് വാക്കുകൾ കൊണ്ട് പ്രാർത്ഥേണ്ടി വരില്ല, കാരണം അവിടുന്ന് ആ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിയുന്നു. നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ജീവിതത്തിലെ ഭാരമെല്ലാം ദൈവത്തിന്റേതായി മാറുന്നു. ഇത് നിങ്ങൾക്ക് തരുന്ന സമാധാനം വിവരിക്കാനാവാത്തതാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയല്ല, മറിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കുകയാണ് ചെയ്യുന്നത്. സമർപ്പണമെന്നാൽ തോറ്റുകൊടുക്കലല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിൽ അഭയം പ്രാപിക്കലാണ്. എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നു. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾക്കെപ്പോഴെങ്കിലും മനഃശാന്തി തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും പെട്ടെന്നുള്ള സന്തോഷത്തിനോ ഭൗതികമായ നേട്ടങ്ങൾക്കോ വേണ്ടിയുള്ളതായിരിക്കും. എന്നാൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഒരു കുട്ടിക്ക് മിഠായി വേണമെന്ന് ആഗ്രഹമുണ്ടാകാം, എന്നാൽ പനിയുള്ള സമയത്ത് അമ്മ അത് നൽകില്ല. പകരം കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കയ്പുള്ള മരുന്നായിരിക്കും നൽകുക. കാരണം കുട്ടിയുടെ ആരോഗ്യത്തിന് അതാണ് നല്ലതെന്ന് അമ്മയ്ക്കറിയാം. ഇതുപോലെ നമ്മുടെ ആത്മീയവും മാനസികവുമായ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലും ദൈവം അത് നൽകിയെന്നു വരില്ല. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ആത്മീയമായ വളർച്ചയാണ്. ചിലപ്പോൾ പരാജയങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയുമായിരിക്കും നമ്മൾ സഹനശക്തിയും വിവേകവും പഠിക്കുന്നത്. നമ്മൾ ചോദിച്ച കാര്യം ലഭിക്കാത്തത് ഒരുപക്ഷെ അതിനേക്കാൾ വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച മറ്റൊന്ന് നമുക്ക് നൽകാൻ ദൈവം ഒരുങ്ങുന്നതുകൊണ്ടാകാം. ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊരു വലിയ വാതിൽ തുറക്കുന്നു എന്ന വാക്യം ഇവിടെ അന്വർത്ഥമാകുന്നു. നമ്മൾ ചോദിക്കുന്നത് കിട്ടുമ്പോൾ മാത്രം ദൈവത്തെ സ്നേഹിക്കുകയും കിട്ടാത്തപ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് ഒരു തരം ബിസിനസ് മനോഭാവമാണ്. യഥാർത്ഥ ഭക്തൻ ദൈവത്തോടൊന്നും ആവശ്യപ്പെടുന്നില്ല, അവിടുത്തെ സാന്നിധ്യം മാത്രം മതി എന്ന് ചിന്തിക്കുന്നു. ഇത്തരത്തിൽ നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവം നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു. ചിലപ്പോൾ നാം ചോദിക്കുന്ന കാര്യം നമുക്ക് നല്ലതായിരിക്കാം, പക്ഷേ അത് ലഭിക്കാനുള്ള ശരിയായ സമയമായിട്ടുണ്ടാകില്ല. ഒരു കായ് പഴുക്കുന്നതിനു മുൻപ് അത് പറിച്ചാൽ നമുക്ക് അതിന്റെ മധുരം ലഭിക്കില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് അവിടുത്തെ കൃത്യമായ സമയത്താണ്. ആ കാത്തിരിപ്പിലൂടെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുകയും ആത്മബലം വർദ്ധിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ നിരസിക്കുന്നില്ല, മറിച്ച് പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്ന ചില്ലിക്കാശേക്കാൾ മൂല്യമുള്ള സ്വർണ്ണനാണയം നൽകാൻ വേണ്ടി ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റിവെക്കാറുണ്ട്. ആ ഉറച്ച വിശ്വാസമാണ് ഭക്തിയുടെ അടിസ്ഥാനം. നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ പിന്നീട് നോക്കുമ്പോൾ അത് നടക്കാതിരുന്നത് നന്നായി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ദൈവത്തെ കാണാൻ ഹിമാലയത്തിൽ പോകേണ്ടതില്ലെന്നും അത് നമ്മുടെ സഹജീവികളോടുള്ള പെരുമാറ്റത്തിലൂടെ സാധ്യമാണ്. ദൈവം ഓരോ ജീവിയിലും കുടികൊള്ളുന്നു എന്നാണ് ആത്മീയത പഠിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് സേവിക്കുന്നത്. അമ്പലത്തിലെ വിഗ്രഹത്തിൽ പൂജ നടത്തുന്നതിനേക്കാൾ വേഗത്തിൽ ദൈവം സന്തോഷിക്കുന്നത് വിശക്കുന്നവന് ഭക്ഷണം നൽകുമ്പോഴോ സങ്കടപ്പെടുന്നവനെ ആശ്വസിപ്പിക്കുമ്പോഴോ ആണ്. തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സ്നേഹമാണ് നിസ്വാർത്ഥ സ്നേഹം. ഞാൻ ഇത്രയും സഹായിച്ചില്ലേ, എനിക്കിനി എന്ത് കിട്ടും എന്ന ചിന്ത വരുമ്പോൾ അവിടെ ദൈവമില്ല. എന്നാൽ യാതൊരു ലാഭവും നോക്കാതെ സ്നേഹം പങ്കുവെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം അലിഞ്ഞുപോകുന്നു. അഹങ്കാരമില്ലാത്ത ഹൃദയത്തിൽ ദൈവം തനിയെ വെളിപ്പെടുന്നു. ദൈവത്തിലേക്കെത്താൻ പല വഴികളുണ്ട്: ധ്യാനം, അറിവ്, കർമ്മം. എന്നാൽ ഇതിൽ ഏറ്റവും ലളിതമായ വഴി സ്നേഹം എന്ന പാലമാണ്. ആഴത്തിലുള്ള ധ്യാനമുറകൾ വശമില്ലാത്ത ഒരു സാധാരണക്കാരനും സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. ഒരാളോട് ക്ഷമിക്കുന്നത് പോലും ദൈവത്തോടുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. പലരും ഭക്തിയെ അമ്പലത്തിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്താറുണ്ട്. എന്നാൽ യഥാർത്ഥ ഭക്തൻ പുറത്തിറങ്ങുമ്പോഴും ആ ഭക്തി കാത്തുസൂക്ഷിക്കുന്നു. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക, ദയയോടെ സംസാരിക്കുക, ശത്രുവിനോട് പോലും ക്ഷമിക്കുക. ഇതൊക്കെയാണ് ദൈവവുമായി നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ. ഹൃദയത്തിൽ സ്നേഹവും ദയയും സൂക്ഷിക്കുന്ന എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു എന്ന് പരമഹംസ യോഗാനന്ദൻ ഉറപ്പിച്ചു പറയുന്നു.
ദൈവത്തിലേക്കെത്താനുള്ള ഏറ്റവും വലിയ കുറുക്കുവഴി സ്നേഹമാണ്. നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും.